നമസ്കാരം, തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. താനൂരിൽ നിന്നും കാണാതായ കുട്ടികളെ ബോംബെയിൽ കണ്ടെത്തിയതിൽ താനൂർ പോലീസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് കുട്ടികളെ ബോംബെയിൽ കണ്ടതായി പോലീസിന് സൂചന ലഭിക്കുന്നത്. കുട്ടികൾ മുംബൈയിൽ വെച്ച് മറ്റൊരു ഫോൺ വാങ്ങിയതും പുതിയ സിം കാർഡ് സ്വീകരിച്ചതുമാണ് കണ്ടെത്താൻ സഹായകമായത്. താനൂരിൽ നിന്നും കാണാതായ കുട്ടികളെ ബോംബെയിൽ കണ്ടെത്തിയതിൽ താനൂർ പോലീസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് കുട്ടികളെ ബോംബെ കണ്ടതായി പോലീസിന് സൂചന ലഭിക്കുന്നത്. കുട്ടികൾ മുംബൈയിൽ വെച്ച് വേറെ ഫോൺ വാങ്ങിയതും പുതിയ സിം കാർഡ് സ്വീകരിച്ചതുമാണ് കണ്ടെത്താൻ സഹായകമായത്. മുംബൈ മലയാളി സമാജവും മുംബൈ മലയാളി സമാജം, മുസ്ലിം ജമാഅത്ത് സംഘടന എന്നിവരുടെ പങ്ക് ഇതിൽ നിർണായകമായി. കുട്ടികളോടൊപ്പം യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയെ സ്റ്റേഷനിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ നല്ല സഹകരണമാണ് പോലീസുമായി നടത്തുന്നത്. കുട്ടികളുമായി വാട്സ്ആപ്പ് കൂടിയുള്ള ബന്ധം മാത്രമാണുള്ളതെന്നാണ് വ്യക്തി ഇപ്പോൾ പറയുന്നത്. കുട്ടികളെ നാട്ടിലെത്തി പോലീസ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷമേ ഇയാളുമായുള്ള ബന്ധം എന്താണെന്ന് കൂടുതൽ പറയാൻ കഴിയുകയുള്ളൂ. പൈസ കിട്ടിയ കാര്യം ഒന്നും വ്യക്തമല്ല. കുട്ടികളെ നാട്ടിലെത്തിച്ചാൽ കൗൺസിലിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ നല്ല സഹകരണമാണ് കാണിച്ചത്. ഇപ്പോൾ മുംബൈ RPFന്റെ കയ്യിലാണ് കുട്ടികളുള്ളത്. താനൂർ പോലീസ് ഏതാനും സമയത്തിനുള്ളിൽ സ്ഥലത്തെത്തി കുട്ടികളെ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് തിരിക്കും. എന്തൊക്കെ സഹായങ്ങളാണ് ഈ കുട്ടികൾക്ക് ലഭിച്ചത് ഈ കൂടെ ഉണ്ടായിരുന്ന ആളിൽ നിന്ന്? ഈ പോകുന്നതിൻ്റെ ഡയറക്ഷൻ, അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നു. മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിൻ്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നോ മനസ്സിലാവും. വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് അതിൽ എന്തായിരുന്നു അതിൻ്റെ സോഴ്സ് എന്നുള്ളതെല്ലാം. അതെല്ലാം കുട്ടികൾ വന്നതിന് ഇപ്പോഴും നമ്മളുടെ പോലീസ് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ വീഡിയോ കോളിൽ കൂടെ ഒക്കെ സംസാരിച്ചുള്ളൂ. അപ്പോൾ ഇത്രയും തന്നെ ഇതിങ്ങനെ ഇൻ്റർവ്യൂയിങ് ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ്, ബേസിക്കലി ചിൽഡ്രൻ ആണ്. അപ്പം അവർ ഒന്നിലും ഉൾപ്പെട്ടിട്ടില്ല. കുട്ടികളാണ്. അവരെ ഏറ്റവും ആദ്യം തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം അവരുടെ സ്റ്റേറ്റ്മെൻറ്റും മറ്റും എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഓഫ് കോഴ്സ് ജുവനൈൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നമ്മളൊരു റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നൽകും. അതിനുശേഷമുള്ള തുടർന്ന് റിക്വസ്റ്റ് ഉള്ളത് നൗ ദാറ്റ് ഇറ്റ്സ് ഡൺ, അവരുടെ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ് വിത്ത് ദെയർ വിഷ്വൽസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാമും എല്ലാം ഉള്ളതാണ്. ഒരെണ്ണം സിം കാർഡ് അവർ സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ദാറ്റ് ഷോസ് പ്രിപ്പറേഷൻസ്. നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെയും സഹകരിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ കണ്ടെത്തുന്നതിന് സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എങ്ങനെയാണ് ഈ പരിചയത്തിൽ വരുന്നത്? കാരണം വേറെ സോഷ്യൽ മീഡിയ എന്നാണ് ഇയാൾ പറയുന്നത്. ഇപ്പോൾ ഇതിലും ഒരുപാട് കളവുകളും ചെറിയ ചെറിയ കൊച്ചു നുണകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് വന്ന് വിശദമായിട്ടൊന്ന് അവർ റിലാക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടാണോ ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്നൊക്കെ പറയുന്നത്. കമൻറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ ഒരു അഡ്വഞ്ചറസ് ആസ് ഓഫ് നമുക്ക് തോന്നുന്നു. മറ്റെല്ലാ ആംഗിളുകളും നമ്മൾ പരിശോധിക്കും തീർച്ചയായിട്ടും. പക്ഷേ കുട്ടികളെ ഞങ്ങളുടെ കയ്യിലേക്ക് എത്താനുള്ള ഒരു അപ്പീലുള്ളത് ലൈക്ക് വിഷ്വൽസ് കൊടുക്കണം. അതെല്ലാം ഒന്ന് ടേണിംഗ് പോയിന്റ് 9 മണിക്ക് ലഭിച്ച ആ സിഗ്നൽ തന്നെയായിരുന്നു ഇന്നലെ രാത്രിയോടെ ലഭിച്ച സിഗ്നൽ. അതെ, ഈ ഫോണ് മറ്റൊരു ഫോൺ ഓൾറെഡി ഉള്ള ഫോണില്ല, വേറൊരു ഫോണും വേറൊരു സിമ്മിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം അത് പാർട്ട്ലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച സമയം ഇവർ നേരെ ചെന്ന സലൂണിലാണല്ലോ കയറിയത്. അതൊക്കെ എന്തുകൊണ്ടാണ്? ഇപ്പോൾ പിതാവ് തന്നെ പറയാം ഇവിടെ മുടി സ്ട്രെയിറ്റൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ എതിർത്തിരുന്നു. അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മൊത്തത്തിലൊരു വിഷയത്തിൽ ഒരു അവയർനെസ്സിൻ്റെ ഒക്കെ ഒരു ആവശ്യം കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന്. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ വെച്ചാണ് കുട്ടികളെ RPF കണ്ടെത്തിയത്. ഇപ്പോൾ RPFന്റെ കസ്റ്റഡിയിലാണ് കുട്ടികളുള്ളത്. താനൂർ പോലീസ് ഉടൻ തന്നെ RPFുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കസ്റ്റഡിയിലെടുക്കാൻ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. ഇവരെ നാട്ടിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുക. മലപ്പുറം SP വിശ്വനാഥനൊപ്പം DYSP പ്രമോദ്, SHO ടോണി ജെ മറ്റം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TVN ന്യൂസ്, താനൂർ. 50 വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ. ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years.